ഇതുപോലെ ഒരു കാര്യമാണ് ഈ റൗണ്ട് അബൌട്ട് സർക്കിൾ, ട്രാഫിക് സർക്കിൾ. ഈ ട്രാഫിക് സർക്കിൾ എങ്ങനെയാണെന്ന് ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന ട്രാഫിക് പോലീസ്, ഞാൻ പോലീസുകാരെ ഞാൻ പറയല്ലോ, ഒരുപക്ഷെ അവർ ട്രാൻസ്ഫറായി ട്രാഫിക് പോലീസിൽ വന്ന ആളായിരിക്കും. അയാൾക്ക് ട്രാഫിക് സേഫ്റ്റിയെ പറ്റി ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ റൗണ്ട് അബൌട്ടിൽ പൊതുവേ ഇവിടെ കണ്ടിട്ടുള്ളത് റൗണ്ടിലുള്ള വണ്ടി അവിടെ നിർത്തണം, മറ്റേവരൊക്കെ പൊക്കോളണം എന്നുള്ള പോലെയാണ്. ലോകത്തെല്ലാം അവിടെ നേരെ തിരിച്ചാണ്. ഈ റൗണ്ട് അബൌട്ട് എന്തിനാ അറിയൂ, സർക്കിൾ എന്തിനാ അറിയൂ, തടസ്സമില്ലാതെ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റൗണ്ടിലുള്ള വണ്ടി നിർത്തിയാൽ മൊത്തം അവിടെ ജാമാവും. അങ്ങനെയല്ല വേണ്ടത്. അത് ട്രാഫിക് പോലീസുകാരെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ വരുന്ന വണ്ടിക്കാരാണ് നിർത്തേണ്ടത്, റൗണ്ടിലുള്ള വണ്ടി കണ്ടിന്യൂ ചെയ്യണം. അത് പലപ്പോഴും ഞാനത് തലതിരിഞ്ഞ് കാണുന്നതുകൊണ്ട് അത് വലിയൊരു കോംപ്ലിക്കേഷനാണ്. ഈ BM സ്കൂളിൻ്റെ അവിടെയൊക്കെ അതൊരു സ്ഥിരം പ്രശ്നമാണ്. അതൊരു ഒരു ഒരു സജഷനായിട്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, ഞാൻ ഒരുപാട് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ള ആളാണ്. ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് 65% തൊട്ട് 75% വരെ അധികവും ആക്സിഡൻറ്റ് നടക്കുന്നത് വണ്ടിയുടെ കുഴപ്പമോ റോഡിൻ്റെ കുഴപ്പമോ അല്ല, ഓടിക്കുന്ന ആളുടെ കുഴപ്പമാണ്. ഇപ്പോൾ സാറ് പാലക്കാടത്തെ ഒരു കണക്കുകൾ അവതരിപ്പിക്കും. എന്താണ്? പാലക്കാട് ജില്ലയിൽ 2025 ഞങ്ങളുടെ DCRB ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ് ബ്യൂറോ ഉണ്ട്, സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ ഉണ്ട്. അപ്പോൾ ഈ പാലക്കാട് ജില്ലയിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ കണക്കാണ് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഒന്ന് അവതരിപ്പിക്കുകയാണ്. ടോട്ടൽ ആക്സിഡൻറ്റ് നടന്നത് 2025 3097 ആക്സിഡൻറ്റ് നടന്നു പാലക്കാട് ജില്ലയിൽ മാത്രം. ടോട്ടൽ ഡെത്ത്, മരണപ്പെട്ടു പോയത് 305 പേരാണ് പാലക്കാട് ജില്ലയിൽ മാത്രം. 305 പേർ മരണപ്പെട്ടു പോയി. ടോട്ടൽ ഇഞ്ചേർഡ്, അപകടം പറ്റി ഗുരുതരമായ പരിക്ക് പറ്റിയവരും നിസ്സാര പരിക്ക് പറ്റിയവരുമായി 3361 പേരുണ്ട് ഈ കഴിഞ്ഞ വർഷം. അതിൽ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അപകടം നടന്നത് മോട്ടോർ സൈക്കിളാണ്, 1157. അത് എന്തിനാണത് പറയണമെന്ന് ചോദിച്ചാൽ, മോട്ടോർ സൈക്കിൾ യാത്രക്കാരാണ് നമ്മളെല്ലാവരും, അല്ലേ? നമ്മളെല്ലാവരും ഹെൽമെറ്റ് ഒന്നില്ലെങ്കിൽ അത് കയ്യിലായിരിക്കും ഹെൽമെറ്റ്, അല്ലേ? നമ്മൾ കയ്യിൽ തൂക്കിയിട്ടിട്ട് പുറകിലിരിക്കുന്ന ആൾ കയ്യിലാണ് ഹെൽമെറ്റ് ഇടുക, പലപ്പോഴും ഞാൻ കാണുന്നതാണ്. അതുപോലെ തന്നെ ഭർത്താവ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ, വണ്ടി ഓടിക്കുകയാണെങ്കിൽ പുറകിലിരിക്കുന്ന ഭാര്യയായിരിക്കും, ഭർത്താവിൻ്റെ ഹെൽമെറ്റും ഭാര്യയുടെ ഹെൽമെറ്റും രണ്ട് കയ്യിലും ഇട്ട് പോകുന്ന ആളുകളുണ്ട്. അല്ല, ഞാൻ ഇതൊക്കെ നേരിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 1157 അപകടങ്ങൾ മോട്ടോർ സൈക്കിൾ, അതിൽ 95 പേരാണ്, 305-ൽ 95 മരണപ്പെട്ടത് മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റിലാണ്. അതേപോലെ തന്നെയാണ് രണ്ടാം സ്ഥാനം കാറാണ്, 74 പേരാണ് മരണപ്പെട്ടത്, 788 ആക്സിഡൻ്റ് ഉണ്ടായി, 74 പേര് മരണപ്പെട്ടു. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാമല്ലോ, നമ്മൾ 108 ആംബുലൻസ്, അല്ലേ? 108 ആംബുലൻസ് അതിവേഗതയിലാണ് പോകുന്നത്. പക്ഷേ ഒരു അപകടം പോലും കഴിഞ്ഞ വർഷം നടന്നിട്ടില്ല, അല്ലേ? രോഗികളെയും കൊണ്ട് ഏറ്റവും സ്പീഡിൽ പോകുന്നത് 108 ആംബുലൻസ് ആണല്ലോ. പക്ഷെ ഒരു അപകടം നടന്നിട്ടില്ല. എന്തുകൊണ്ടാ? നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, റോഡിലുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്, അവരും ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറും ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ഒരു അപകടം നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ, നമ്മുടെ സംസ്ഥാനത്തൊരു കണക്ക് അതുകൂടി നിങ്ങളുടെ അറിവിലേക്ക് പറയാം. നമ്മുടെ സംസ്ഥാനത്ത് 2025 നടന്ന റോഡ് അപകടങ്ങളുടെ എണ്ണം 49,889. അതിൽ മരണപ്പെട്ടത് 3,733. അതിൽ ഗുരുതരമായി പരിക്ക് പറ്റിയവരും നിസ്സാര പരിക്ക് പറ്റിയവരും 56,922. എന്നാൽ ക്രൈമിലൂടെ കൊലപാതകങ്ങൾ നടന്നത് 328 മാത്രമാണ്. അപ്പോൾ ഏതിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇപ്പോൾ വെട്ട്, കുത്ത്, അതുപോലെ തന്നെയുള്ള മാരകമായിട്ടുള്ള കാര്യങ്ങൾ, കത്തിക്കുത്ത്, വെടിവെപ്പ്, അങ്ങനെയുള്ള ക്രൈമിലൂടെ മരണപ്പെട്ടത് 328-ഉം വാഹനാപകടങ്ങളിലൂടെ മരണപ്പെട്ടത് 3,733. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ക്രൈമിലൂടെ മരണപ്പെടുന്ന 328-ലേക്കാണ്. 3,733 റോഡിൽ മരിച്ചു വീണു എന്നതാണ് നമ്മുടെ മുന്നിലുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ജില്ലയിൽ ഞാൻ പറഞ്ഞ കണക്ക് 300 ശിഷ്ടമാണെങ്കിൽ സംസ്ഥാനത്ത് ഒരു വർഷം 3,500-നും 4,500-നും ഇടയിൽ മരിച്ചു വീഴുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ്. ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത്, മരണപ്പെടുന്നതും 2 വീലർ യാത്രക്കാരാണ് എന്നതും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങളുടെ സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ആർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ?
ഇപ്പോൾ സാറ് പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. എന്തുകൊണ്ട് ടൂ വീലർ? നമുക്ക് വ്യത്യസ്തമായ വാഹനങ്ങൾ നിരത്തുകളിലുണ്ടെങ്കിലും എന്തുകൊണ്ട് ടൂ വീലർ മരണനിരക്ക് കൂട്ടുന്നു? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടൂ വീലറും ഫോർ വീലറും വ്യത്യാസം 4 വീല് 2 വീല് മാത്രമല്ല. ടൂ വീലർ ഓടിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എന്താ? ബാലൻസാണ്. അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ടൂ വീലർ ആസ് ഇറ്റ് ഈസ് എൻ അൺബാലൻസ്ഡ് വെഹിക്കിൾ. ഒരു ബാലൻസ് ഇല്ലാത്ത വാഹനമാണ് ടൂ വീലർ. ഓടിക്കുന്ന ആളുടെ ബാലൻസിൽ മാത്രം മുന്നോട്ട് പോകുന്ന വാഹനമാണ് ടൂ വീലർ. അതുകൊണ്ടാണ് നമ്മൾ ടൂ വീലർ ഓടിക്കുന്ന ആൾക്കാരെ മാത്രം വിളിക്കുന്ന പേരാണ് റൈഡർ. ബാക്കിയുള്ള എല്ലാ വാഹനം ഓടിക്കുന്നവരും നമ്മൾ എന്താ വിളിക്കുക? ഡ്രൈവർ. അതായത് ഈ വാഹനത്തിൻ്റെ കൺട്രോളിലും മൂവ്മെൻറ്റിലും സിംഹഭാഗം റോളും ഈ വാഹനം ഓടിക്കുന്ന ആൾക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ കണ്ടുണ്ടാവും, ചില വളവുകൾ എടുക്കുന്ന സമയത്ത് ഓടിക്കുന്ന ആൾ വാഹനത്തിൻ്റെ ഒപ്പം ചെരിയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെരിയും. നമ്മളും ചെരിഞ്ഞു കൊടുക്കും. അതെന്തിനാണ് ചെരിയുന്നതെന്നറിയോ? അതൊരു ഫിസിക്സാണ്. നമ്മളൊരു വളവെടുക്കുമ്പോൾ സേഫായിട്ട് വളവെടുക്കണമെങ്കിൽ ഫിസിക്സിൽ സെൻട്രിപീറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഉണ്ട്. 2 ഫോഴ്സുകളാണ്. അത് രണ്ടും തുല്യമായാൽ മാത്രമേ നമുക്ക് വളവ് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മനഃപൂർവ്വം അയാൾ വളയല്ല. ആ വാഹനത്തിൻ്റെ ബാലൻസിൽ അദ്ദേഹത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റും ഇത്രമാത്രം പ്രാധാന്യമുണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടൂ വീലറിന് റോഡിൽ കോണ്ടാക്റ്റ് വരുന്നത് 2 വശത്താണ്, ഫ്രണ്ട് വീലിലും ബാക്ക് വീലിലും. ഫ്രണ്ട് വീലിലൊരു 3 ഇഞ്ച്, ബാക്ക് വീലിലൊരു 3 ഇഞ്ച്, മൊത്തം 6 ഇഞ്ചിലാണ് ഇപ്പോൾ ഈ പറയുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ വാഹനത്തിൻ്റെ വെയിറ്റ്, ഓടിക്കുന്ന ആളുടെ വെയിറ്റ്, പുറകിലിരിക്കുന്ന ആളുടെ വെയിറ്റ്, പിന്നെ നമ്മളാണെങ്കിൽ ഇപ്പോൾ പുതിയ പിള്ളേർ ട്രിപ്പിൾ എടുക്കും അല്ലേ? ഇത്രയും വാഹനത്തിൻ്റെ വെയിറ്റ് റോഡിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ഫ്രണ്ടിലെ 3 + 3 6 ഇഞ്ചിലാണ്. അപ്പോഴാണ് നമ്മുടെ ചില പുതിയ തലമുറയിൽ ഉപയോഗിക്കുന്ന പേരാണ് ഫ്രീക്കത്തിയൊക്കെ. അവരെന്ത് ചെയ്യും? എനിക്ക് 2 വീല് വേണ്ട, ഫ്രണ്ട് വീൽ അങ്ങോട്ട് പൊക്കും. അപ്പം നമ്മുടെ റോഡ് കോണ്ടാക്റ്റ് എത്രയായി? 3 അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ ടൂ വീലറിൽ നമ്മളുടെ ഓരോ മൂവ്മെൻറ്റ്സ് അടക്കം ഈ വാഹനത്തിൻ്റെ കൺട്രോളിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈവേയിലൂടെ പോകുമ്പോൾ നമ്മുടെ സൈഡിലൂടെ ഒരു വലിയൊരു ട്രെയിലർ പെട്ടെന്ന് അങ്ങ് പോയാൽ അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ വാഹനം അങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ കുറച്ച് വെയിറ്റ് ഇല്ലാത്ത വാഹനമാണെങ്കിൽ ആ വണ്ടി പോയ ഉടൻ നമുക്കൊരു പാളൽ ഫീൽ ചെയ്യും. അപ്പോൾ വളരെയധികം അപകടങ്ങളിലേക്ക് പെടാൻ സാധ്യതയുള്ള ഒരു വാഹനമാണ് ടൂ വീലർ. എന്നാൽ അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്. സാറ് പറഞ്ഞു, ടൂ വീലറുകൾ പരമാവധി ഉപയോഗിച്ചാൽ നമുക്ക് ടൗണിലെ തിരക്കുകൾ കുറയ്ക്കാം. ഇപ്പോൾ ഒരാൾ ഒരു കാറും കൊണ്ട് വരും, അതും ചില്ലറ കാറാണോ, വലിയ കാർ, ചിലപ്പോൾ ഒരു പപ്പടം വാങ്ങാനായിരിക്കും പാലക്കാട് വരിക, ഒരു കാറ്. ഒന്ന് ആലോചിച്ച് നോക്കുക. കൊറോണയ്ക്ക് ശേഷം നമ്മൾ പൊതുഗതാഗതത്തിൽ നിന്ന് ബാക്കിലേക്ക് പോയി, അസുഖം വരുമെന്ന് പറഞ്ഞിട്ട്. അതോടുകൂടി എന്ത് പറ്റി? എല്ലാവരുടെ മേലും വാഹനങ്ങളാണ്. കഴിഞ്ഞ വർഷം വരെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണക്ക് പ്രകാരം 1.9 കോടി വാഹനങ്ങളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. നമ്മുടെ വാഹനം ഓടിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം 2.41 കോടി, 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ. അപ്പോൾ നമ്മൾ എണ്ണം എടുക്കുകയാണെങ്കിൽ 10 പേരെ എടുത്താൽ 8 പേർക്കും വാഹനം, ഒരു വീട്ടിൽ 4ഉം 5ഉം വാഹനം. ഒരു കാര്യത്തിന് പുറത്തിറങ്ങുമ്പോൾ 5 വാഹനങ്ങൾ ഇറക്കുന്ന ആൾക്കാർ. അപ്പോൾ കറക്ഷൻ എവിടേക്കാണ് വേണ്ടത്? നമുക്കും കറക്ഷൻ വേണം. സാറ് നേരത്തെ പറഞ്ഞ പോലെ 60% കറക്ഷൻ വേണ്ടത് നമുക്കാണ്. ബാക്കിയാണ് സാറ് പറഞ്ഞ റോഡിൻ്റെ പ്രശ്നം, വാഹനങ്ങളുടെ പ്രശ്നം, കാലാവസ്ഥ, ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഈ കറക്ഷന് നമുക്ക് എൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് മാത്രം പറ്റില്ല, നമുക്കൊക്കെ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സാറ് നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ, പരമാവധി ബോധവൽക്കരണ ക്ലാസ്, സാറൊക്കെ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ എടുത്ത് പരമാവധി ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ഇനി പുതുതലമുറയിലെ അപകടത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ശ്രമം കൂടി നമുക്ക് വേണം. വളരെ നല്ല ഇൻഫർമേഷനാണത്. പിന്നെ സാറൊരു കണക്ക് പറഞ്ഞു, 300-ലധികം ആൾക്കാർ പാലക്കാട് ഒരു ദിവസം ഒരു കൊല്ലത്തിൽ മരിക്കുന്നുണ്ട്. അതായത് ഏകദേശം ഒരു ദിവസം ഒരാൾ മരിക്കുന്നുണ്ട്.
ഏകദേശം. പക്ഷെ നമുക്കിതൊന്നും ബാധിക്കില്ല. നമ്മൾ റോഡിലൊരു ആക്സിഡൻറ്റ് കണ്ടെന്നാ ഒന്ന് നോക്കും, വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കും, നമ്മൾ വാട്സപ്പിൽ അയക്കും, നമ്മൾ പിന്നെ ഓവർ സ്പീഡ് ചെയ്ത് പോകും അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇതെല്ലാം നമ്മുടെയൊക്കെ തോന്നൽ എന്താ അറിയുക, അപകടം മറ്റുള്ളവർക്ക് സംഭവിക്കുന്നതാണ്, നമുക്കിതൊന്നും സംഭവിക്കില്ല. ഞാൻ എത്ര കാലമായി വണ്ടി ഓടിക്കുന്നു, അത് തെറ്റാണ്. ഇന്നിപ്പോൾ ഈ കൂടിയിരിക്കുന്നതിൽ ഒരാളെ വീഴത്തില്ല, മരിക്കും എന്ന് വിചാരിച്ചാൽ നിങ്ങൾ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുകയോ ഓടിക്കില്ലയോ? അത് നിങ്ങളാവാം, ഞാനാവാം, ആര് വേണമെങ്കിലും ആവാം. എനിക്കിന്ന് വൈകുന്നേരം വീട്ടിൽ പോയിട്ട് എനിക്ക് വേറെ പ്ലാനുണ്ട്, വൈകുന്നേരം കുടുംബത്തോടെ പോയി പുറത്ത് പോയി കഴിക്കണം. പക്ഷേ ഞാൻ മരിക്കുന്നതാണെങ്കിൽ നമ്മളെല്ലാം സേഫാവും. ആ ചിന്തയാണ് വേണ്ടത്. ഈ അപകടം എപ്പോഴും മറ്റവന് സംഭവിക്കണോ എന്നുള്ള ആ ചിന്ത മാറണം. ഇത് നമ്മുടെ വീട്ടിലോ നമ്മുടെ ഏട്ടനോ അനുജനോ അച്ഛനോ മകനോ സംഭവിക്കാം. ആ ചിന്താഗതിയാണ് ഏറ്റവും വേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു, ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങേണ്ടത്. വളരെ കറക്റ്റാണ് സാർ, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഈ സംസ്കാരം ചെറുപ്പം തൊട്ട് വേണം. അതിലേറ്റവും ദുഃഖകരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. വിക്ടോറിയ കോളേജിൻ്റെ ഫ്രണ്ടിലും മോയിൻ സ്കൂളിൻ്റെ ഫ്രണ്ടിലും കുട്ടികളെ വണ്ടിയിടിച്ച് ഒരു കുട്ടി മരിച്ച ശേഷമാണ്, ഒരു കുട്ടി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മരിച്ചു. അതിനുശേഷം ഫുട് ഓവർ ബ്രിഡ്ജ് വെച്ചു. കണ്ടിട്ടില്ലേ? ആരെങ്കിലും അതിൽ കൂടെ നടന്നുപോയി കണ്ടിട്ടുണ്ടോ? എന്താ അങ്ങനെ? ആരും അതിൽ കൂടെ നടക്കില്ല. ഇപ്പോൾ പാവം 2-3 പോലീസുകാർ സ്കൂൾ വിടുമ്പോൾ വെയിലും കൊണ്ട് അവിടെ നിന്ന് കുട്ടികളെ കടക്കാൻ വണ്ടി തടഞ്ഞ് നിൽക്കണം. എന്തുകൊണ്ട് ആ സ്കൂളിലത്തെ ടീച്ചർമാരും പാരൻസും നിങ്ങൾ ക്രോസ് ചെയ്യണമെങ്കിൽ അതുവഴി മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നില്ല? നിങ്ങളുടെയൊക്കെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ മക്കൾ ഈ പറയുന്ന സ്ഥലത്ത് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഈ ഇത്രയും പൈസ, പബ്ലിക്കിൻ്റെ പൈസയും ചിലവാക്കി ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആൾക്കാർക്ക് ക്രോസ് ചെയ്യാനാണ് അല്ലേ? അതൊരു പ്രശ്നം തന്നെയാണ്. പോലീസുകാരൊക്കെ അല്ലെങ്കിലേ ആൾക്കാർ വളരെ കുറവാണ്, അവർക്കെല്ലാം ഹാൻഡിൽ ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദിവസവും 3 പോലീസുകാർ വെയിലും കൊണ്ട് അവിടെ നിന്ന് കുട്ടികളെ ക്രോസ് ചെയ്യാൻ നിർത്തുക. അത് നമ്മുടെ തെറ്റാണ്. സാറ് പറഞ്ഞ പോലെ ഈ ഫുട്പാത്ത് എന്ന് പറയുന്നത് നടക്കാനുള്ളത് തന്നെയാണ്. ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയുടെ ഒരു വിധി തന്നെ ഉണ്ടായിട്ടുണ്ട്. ഫുട്പാത്ത് എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. നമ്മൾ ടൗണിലൂടെ നടക്കുമ്പോൾ ഫുട്പാത്ത് ഒഴിഞ്ഞു കൊടുക്കും. പക്ഷേ നമ്മുടെ ടൗണിൽ കാണുന്നൊരു പ്രശ്നം, പല ഫുട്പാത്തിലും ഈ കച്ചവടക്കാർ കയ്യേറി കച്ചവടം ചെയ്യുന്നതായിട്ടാണ്. പക്ഷേ നമ്മൾ ഒറ്റയടിക്ക് പോലീസ് എൻഫോഴ്സ്മെൻറ്റ് വിചാരിച്ചതുകൊണ്ട് അവരുടെ കച്ചവടത്തെ മാറ്റി അവരുടെ ഒരു ജീവിതമാർഗ്ഗമാണ്. അപ്പോൾ ആ ജീവിതമാർഗം ഇല്ലാതാക്കാൻ വേണ്ടി കഴിയില്ല. അതൊരു പ്രായോഗികമായൊരു ബുദ്ധിമുട്ടാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ മൈതാനത്തെടുത്ത് പരിശോധിച്ചാൽ മൈതാനത്ത് യഥാർത്ഥത്തിൽ ഫുട്പാത്ത് എന്ന് പറയുന്നത് അവിടെയൊക്കെ മിൽമയുടെ സ്റ്റാളുകളും ഇളനീർ കച്ചവടം അല്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റോ അല്ലെങ്കിൽ പോലീസോ വിചാരിച്ചാൽ മാത്രം അവരുടെ ജീവിതമാർഗം മുടക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളും ചെയ്യാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു അനുവാദം കൊടുത്തു, മൗനാനുവാദം കൊടുത്തതുകൊണ്ടാണ് അവരൊക്കെ അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ ഭാവിയിലെങ്കിലും അതെല്ലാം മാറ്റിയെടുത്തേ പറ്റൂ. അത് ഈ ഫുട്പാത്ത് എന്ന് പറയുന്നത് കാൽനട യാത്രക്കാർ വാഹനങ്ങളിൽ പോകുന്നവരെ പോലെ തന്നെ പ്രാധാന്യമുള്ളവരാണ്. നേരത്തെ സീബ്ര ലൈൻ സൂചിപ്പിച്ചല്ലോ. സീബ്ര ലൈൻ എന്ന് പറയുന്നത് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അവിടെ ക്രോസ് ചെയ്യാൻ ഒരാൾ സൈഡ് നിൽക്കുകയാണെങ്കിൽ പോലും വാഹനം നിർത്തി കൊടുക്കേണ്ടതാണ്. അത് യൂണിവേഴ്സൽ ലോ ആണ്. നമ്മുടെ രാജ്യത്തോ നമ്മുടെ സംസ്ഥാനത്തോ മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ പാലിക്കപ്പെടുന്നൊരു നിയമമാണ്. അതുപോലെ തന്നെയാണ് ഈ ഫുട്പാത്തിലെ കാര്യം. ഫുട്പാത്ത് നടക്കാനുള്ളതാണ്, പക്ഷേ നമ്മുടെ ടൗണിൽ കാണുന്നത് അവിടെ മുഴുവൻ കച്ചവടമാണ്. ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമുക്ക് ഏകപക്ഷീയമായി ഒറ്റയടിക്ക് അത് മാറ്റിയെടുക്കാനും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ? പലപ്പോഴും നമ്മൾ ഈ ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടിയിട്ട് പൈപ്പും PVC പൈപ്പോ മെറ്റൽ പൈപ്പോ ഇതും കൊണ്ട് 2 വീലറിൽ പോകുന്നത് എങ്ങനെയാണ് അറിയാലോ? വണ്ടിയുടെ ഒരു 10 അടി ഫ്രണ്ടിലേക്കും ഒരു 10 അടി പിന്നാലേക്കും ഈ പൈപ്പും കൊണ്ടുപോകും. അത് ഒരു തരത്തിലും സമ്മതിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, അതും പറഞ്ഞ് എല്ലാവർക്കും ലോറി പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവൊന്നുമില്ല. അങ്ങനെ ഞാനൊരു മൂരാഴ്ചയൊന്നും ആവാൻ ഉദ്ദേശിച്ചിട്ടില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഇതുപോലുള്ള പൈപ്പിൽ വന്ന് ഇടിച്ച് മരിച്ച കേസുകൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. ചിലവരൊരു ഓട്ടോയുടെ മേലെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഇത്രയും പോകുന്നൊരു ചുവന്ന തുണി കെട്ടി വെച്ചിട്ട് പോകും. അതൊന്നും കാണില്ല, അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഒരു ഉത്തരവാദിത്വം കൂടെ വേണം. നിങ്ങൾ ഈ പൈപ്പൊക്കെ അങ്ങനെ നീളത്തിലും ഒക്കെ പിടിച്ച് പോകുമ്പോൾ അത് പിന്നിലുള്ള ആൾക്കാരും ഉണ്ട്. റോഡ് നമ്മളുടെ മാത്രമല്ല, റോഡ് എല്ലാവർക്കും കൂടി ഉള്ളതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബ വഴിയാധാരവും അതും കൂടെ നിങ്ങൾ ആലോചിക്കണം.
ഇപ്പം നമ്മളിപ്പോൾ ലൈസൻസിന് സിഗ്നൽ അതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചുരുങ്ങിയ പക്ഷം ഈ പൊതുവാഹനം ഓടിക്കുന്നവർക്കെങ്കിലും, ബസ്, ലോറി, ടാക്സി, അവർക്കെങ്കിലും നിങ്ങൾ ട്രെയിനിങ് കൊടുക്കാതെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും മാൻ പവർ ഉണ്ടാവില്ല, ഗവൺമെൻറ്റിന് ഇതെല്ലാം കൂടെ ഒന്നും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട്, അതായത് നിങ്ങളൊരു പ്രോപ്പർ ഡിഫെൻസീവ് ഡ്രൈവിംഗ് ട്രെയിനിങ് എന്ന് പറഞ്ഞ് പല രാജ്യങ്ങളിലുണ്ട്. അതുപോലുള്ളൊരു സേഫ് ഡ്രൈവിംഗ് ട്രെയിനിങ് നടത്തിയ സർട്ടിഫിക്കറ്റ് അതിനെ ഈ കമ്പനിക്കാർ ചുമതലപ്പെടുത്തണം. ഇപ്പോൾ ജാവയോ അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സോ അല്ലെങ്കിൽ ആ കമ്പനിക്കാരോട് പറയണം, വാങ്ങുന്നവർക്കെല്ലാം ഈ ഒരു ട്രെയിനിങ് കമ്പൽസറി കൊടുത്തിരിക്കണം എന്ന് പറയാൻ ഗവൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിലും നടപ്പാക്കിയാൽ അത് നന്നായിരിക്കില്ലേ? ഞാനിതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് കുറച്ചൊന്ന് വർഷങ്ങൾ പുറകിലോട്ടൊന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിപ്പോൾ 2 വീലർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഹെൽമെറ്റ് കിട്ടാറുണ്ടോ? എന്തുകൊണ്ടത് പണ്ട് കിട്ടിയില്ല? അന്ന് റോഡ് സുരക്ഷ ഇല്ലേ? അന്നും ആൾക്കാരില്ലേ? അന്നും ആൾക്കാരുടെ ജീവന് വിലയില്ലേ? നമ്മളെപ്പോലെ ഒരുപാട് പേര് വാഹനം വാങ്ങുമ്പോൾ തന്നെ പല ആൾക്കാരും വാഹനം വാങ്ങുന്നതേ വലിയൊരു ബാധ്യത, പൈസ, അതിൻ്റെ കൂടെ ഹെൽമെറ്റും കൂടി മടിക്കുന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ നിർബന്ധിതമായി ഡീലർമാരോട് ഇത് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു സമയത്ത് സ്ത്രീകൾ ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ വിമുഖത കാണിച്ചിരുന്നു. അതിന് അന്ന് സർവേ നടത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യം, വാഹനങ്ങളുടെ കളറ് പോലത്തെ മാച്ചിങ് ആയിട്ടുള്ള ഹെൽമെറ്റുകൾ അന്നില്ല. അന്ന് ഏതായിരുന്നു? ബ്ലാക്ക്, ബ്രൗൺ, അങ്ങനെ. അപ്പോൾ ഘട്ടം ഘട്ടമായി ഒരുപാട് മോട്ടോർ വാഹന വകുപ്പിൽ അമെൻമെൻറ്റുകൾ വഴിയാണ് ഇത് വന്ന്. ഇനി സാറ് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം, നമ്മൾ ഇപ്പോൾ പാലക്കാട് RT ഓഫീസിൻ്റെ കാര്യം എനിക്ക് വ്യക്തമായി പറയാം. നമുക്ക് 5 ദിവസങ്ങളിൽ ലേണേഴ്സ് ടെസ്റ്റ് നടക്കുന്നുണ്ട്. തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി. ഒരു ദിവസം ആവറേജ് വരുന്നത് 70-75 പേരാണ്. ഇവിടെ ക്ലാസ് ലേണേഴ്സ് ടെസ്റ്റിന് മുമ്പ് പ്രീ ലേണേഴ്സ് ക്ലാസ് എന്ന ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിന് സീല് വെച്ച് പങ്കെടുത്തവർക്ക് സീല് വെച്ചിട്ടേ നമ്മൾ ഉള്ളിൽ കയറ്റുള്ളൂ. കാരണം എല്ലാം ഒന്നും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു വാഹനം ഏറ്റവും മിനിമമായി മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എങ്ങനെ ഓടിക്കാമെന്ന ബേസിക് പാഠം കൊടുത്തിട്ടാണ് ഞങ്ങൾ പാലക്കാടിൽ എനിക്ക് എടുത്തു പറയാൻ കഴിയും. ഇതേപോലെ സ്ഥല സൗകര്യമുള്ള എല്ലാവരുടെയും ഒന്നുകിൽ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ തുടക്കത്തിൽ ലേണേഴ്സ് എക്സാമിന് തൊട്ട് മുമ്പായിട്ട് പ്രീ ലേണേഴ്സ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ സാറ് പറഞ്ഞ വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് നമുക്കറിയാം 7500 കിലോഗ്രാമിന് മുകളിൽ GVW ഉള്ളതിനെയാണ് നമ്മൾ ഹെവി വെഹിക്കിൾസ് എന്ന് വിളിക്കുന്നത്. അതിന് ബാഡ്ജ് ഉള്ളവർക്ക് മാത്രമേ ഓടിക്കാൻ കഴിയൂ. ഇപ്പോൾ ലേണേഴ്സ് ടെസ്റ്റ് ഉള്ള പോലെ തന്നെ ഹെവി ലൈസൻസ് കിട്ടണമെങ്കിൽ ആദ്യം ഓൺലൈനിലുള്ള ബാഡ്ജ് പരീക്ഷ പാസ്സാവണം. അപ്പോൾ ഏറ്റവും ബേസിക്കായ, അതായത് സാധാരണ ഒരു ഡ്രൈവർ, ഒരു നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിളിൻ്റെ ഡ്രൈവർ അറിയേണ്ടേക്കാൾ കൂടുതൽ കാര്യം നിർബന്ധമായും ട്രാൻസ്പോർട്ട്, പ്രത്യേകിച്ച് ബസ്, അങ്ങനത്തെ ടിപ്പർ ഉൾപ്പെടെ വാഹനങ്ങൾ ഡ്രൈവർ അറിഞ്ഞിരിക്കണം എന്ന ഉദ്ദേശത്തോടാണ് നമ്മളെ കേന്ദ്ര ചട്ടം തന്നെ ബാഡ്ജ് പറഞ്ഞ ടെസ്റ്റ് കൊണ്ടുവന്ന് അതുവഴി മാത്രം ഒരു സ്ക്രീനിങ് പ്രക്രിയയിലൂടെ മാത്രം ലൈസൻസിലേക്ക് എത്തുന്ന പ്രക്രിയയിലേക്ക് വന്ന്. പക്ഷേ ഇതും പോരാ എന്നാണ് നമ്മുടെ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇനി വരുന്ന വർഷങ്ങളിൽ നമ്മുടെ ജനപ്രതിനിധികളെല്ലാവരും നല്ല രീതിയിൽ നിയമം പാർലമെൻറ്റിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ വണ്ടി വാങ്ങുന്ന ആൾക്കാരെയും കൂടി നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരു ദിവസം നടത്തി ഒരു ട്രെയിനിങ്ങിലൂടെ കടന്നുപോയി മിനിമം അറിവ് കൊടുക്കുന്ന രീതിയിലുള്ള സന്ദർഭം ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിന് അതൊരു ഓവർലോഡ് ആവുമോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കമ്പനിക്കാർക്ക് ആ ഉത്തരവാദിത്വം കൊടുക്കണം. അതെ 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 ഇവിടെ ഇപ്പോൾ വന്ന് അധികം ആൾക്കാരൊന്നും ഇല്ല വണ്ടി ഓടിക്കുന്നവർ. ഫ്രണ്ടത്തെ വണ്ടിയും ബാക്കത്തെ വണ്ടിയും നമ്മളൊരു സിഗ്നലിൽ ചുവപ്പ് ലൈറ്റ് കണ്ടാൽ അങ്ങനെ തൊട്ട് തിരക്കിയിട്ടാണ് നിൽക്കുക. കണ്ടിട്ടില്ലേ? നിങ്ങൾ ഇത്രയൊക്കെ ഓവർ സ്പീഡിലൊക്കെ പോയാലും നിങ്ങൾക്ക് എത്രയാണ് ലാഭം കിട്ടുക? നിങ്ങളൊരു 50 കിലോമീറ്റർ യാത്ര ചെയ്തു, നിങ്ങൾ അടിച്ച് പറപ്പിച്ച് പോയി ഇങ്ങനെ മറ്റുള്ളവരെയൊക്കെ ശല്യം ചെയ്ത് ഭീഷണിപ്പെടുത്തി പോയാലും ലാഭം കിട്ടുന്ന ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ ആണ്. പക്ഷേ ഈ ഹൈ സ്പീഡിൽ ഉണ്ടാവുന്ന ആക്സിഡൻറ്റിൽ നിങ്ങൾക്കുണ്ടാവുന്ന മുറിവോ അല്ലെങ്കിൽ മരിക്കാനുള്ള സാധ്യതയോ 4 ഇരട്ടിയാണ് കൂടുക. 4 ഇരട്ടി. അപ്പോൾ ഈ 4 മിനിറ്റാണോ പ്രധാനം,
നിങ്ങളുടെ ജീവനാണോ പ്രധാനം എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അതൊരു വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനെ വണ്ടികൾ നമുക്കതാണ് സാറ് രണ്ടുപേരും പറഞ്ഞ പോലെ നമ്മുടെ പ്രധാന പ്രശ്നം നമുക്കൊരു സംസ്കാരം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നിങ്ങളെല്ലാവരും ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടി പറയും റോഡ് സംസ്കാരം. സോറി സംസ്കാരം എന്ന് പറഞ്ഞാൽ റോഡ് സംസ്കാരം അല്ലാതെ ഞാൻ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ. അതിലൊരു നമ്മുടെ കേരളത്തിലെ മുൻ DGP ആയിരുന്ന ജേക്കബ് പുനു സാർക്കൊക്കെ അറിയും. ജേക്കബ് പുനു സാറ് ഇവിടെ കേരളത്തിൻ്റെ DGP ആയിരുന്നു. അദ്ദേഹം ഇവിടെ ഒരു സെമിനാറിന് വന്നിരുന്നു, നമ്മുടെ പോലീസിൻ്റെ ഒരു സെമിനാറിന് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ലണ്ടനിലേക്ക് പോയി, UK പോയി. UK പോയപ്പോൾ കേരളത്തിൻ്റെ പോലീസ് ചീഫ് എന്ന നിലയിൽ ചില സൗകര്യങ്ങളൊക്കെ അവിടെ കിട്ടി. കാരണം അവിടുത്തെ പോലീസ് ചീഫ് ഒരു അതിഥിയായി കണ്ട് അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ചു. അപ്പോൾ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ യാത്ര പോകുന്ന സമയത്ത് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് DGP ജേക്കബ് പുനു സാറ് യാത്ര ചെയ്ത വാഹനം കേടുവന്നു. റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതായി, വണ്ടി ഓഫായി പോയി. അപ്പോൾ ഓഫായി പോയപ്പോൾ ഈ പുറകിൽ വരുന്ന വാഹനങ്ങൾ മുഴുവൻ ഓരോന്നായി അതിൻ്റെ പുറകിൽ നിർത്തി വരികയാണ്. നമ്മുടെ നാട്ടിലാണ് എന്താ സംഭവിക്കുക? ഒരു വാഹനം ഓഫായി എന്ന് വെച്ചാൽ നാരോ റോഡാണെങ്കിൽ ആദ്യം ഒരു ഹോൺ അടിക്കും, എന്താ മാറ്റുന്നില്ല എന്നാണ് ചോദ്യം. രണ്ടാമതൊരു ഹോൺ, ഞാനിപ്പോൾ ഇറങ്ങി വരണമെന്നുള്ളതാണ്. ഞാൻ ഇറങ്ങി വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കണോ, എടുത്ത് മാറ്റിക്കോ എന്നുള്ളതാണ്. മൂന്നാമത് കൂടി ഹോൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒരു ബഹളം ഉണ്ടായി, അടിപിടി ഉണ്ടായി. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അവിടെ ലണ്ടനിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ പുറകിൽ ഉള്ള വാഹനങ്ങളിലുള്ള ആളുകൾ ഇറങ്ങി വന്ന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നൊരു സംസ്കാരം, മനസ്സിലായില്ലേ? എന്നിട്ട് വേറൊരു വാഹനം വരുത്തി ആ വാഹനത്തിലേക്ക് യാത്ര ചെയ്യുന്ന രീതിയിലേക്കുള്ളൊരു സംസ്കാരമാണ് അവിടുത്തെ. ആ ഒരു സംസ്കാരവും നമ്മുടെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം നമ്മുടെ റോഡ് സംസ്കാരം സാറിപ്പോൾ സൂചിപ്പിച്ചല്ലോ, ഈ റോഡ് സംസ്കാരം എന്ന് പറയുന്നത് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അല്ലാതെ റോഡ് മോശമായതുകൊണ്ടോ, റോഡിൽ കുഴിയുള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ വീതി കുറഞ്ഞതുകൊണ്ടോ, അല്ലെങ്കിൽ കുത്തനെ ഇറക്കമുള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ കയറ്റമുള്ളതുകൊണ്ടോ ഒന്നുമല്ല. നമ്മൾ റോഡിൽ കാണിക്കേണ്ട സംസ്കാരം, റോഡിൽ കാണിക്കേണ്ട റോഡ് സേഫ്റ്റി മെഷേഴ്സ് എടുക്കാത്തതുകൊണ്ടാണ്. വാഹനം പാർക്ക് ചെയ്യുന്ന ഉൾപ്പെടെ, കാൽനട യാത്രക്കാർക്ക് സീബ്ര ലൈൻ നിർത്തി കൊടുക്കുന്ന ഉൾപ്പെടെ, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു രീതി. അത് മാറ്റിയെടുക്കാൻ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് എന്നുള്ള സംവിധാനമുണ്ട്, എല്ലാവർക്കും അറിയാലോ. ഹൈസ്കൂൾ തലത്തിൽ കേരള പോലീസ് മിക്കവാറും സ്കൂളുകളിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് ഉണ്ട്. അതിൽ ട്രെയിനി ആയിട്ട് വരുന്ന കുട്ടികൾക്ക് മിക്കവാറൊക്കെ അത് ക്ലാസ് കൊടുത്താണ് വിടുന്നത്. പക്ഷേ നമുക്ക് മുഴുവൻ സ്കൂളുകളിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഭാവിയിലെങ്കിലും അതിലൂടെയെങ്കിലും കുട്ടികൾക്ക് ഒരു ട്രാഫിക് അവയർനെസ്സും റോഡ് സേഫ്റ്റി മെഷേഴ്സും റോഡ് സേഫ്റ്റിയെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ നമുക്ക് നടത്താൻ വേണ്ടി കഴിയുന്നതാണെന്നാണ് പറയാനുള്ളത്. ഈ പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് പറയാം എൻ്റെ ഒരു അനുഭവം. ഞാൻ ആദ്യമായിട്ടൊരു വിദേശ രാജ്യത്ത് പോയപ്പോൾ എത്തിയതിൻ്റെ അടുത്ത ദിവസമാണ്. അപ്പോൾ ഞാൻ റോഡ് സൈഡിൽ കൂടെ നടന്നു പോകുന്നു. എനിക്ക് റോഡ് ക്രോസ് ചെയ്യണം, മുറിച്ച് കിടക്കണം. അപ്പോൾ അവിടെ ഈ സീബ്ര ലൈൻ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പോയി 2 അടി വെച്ചപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരു പോലീസ് കാർ വരുന്നുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ആ കാറ് പോട്ടെ പറഞ്ഞ് ഞാൻ തിരിച്ച് ആ പോലീസ് കാർ അവിടെ നിർത്തി. ഞാൻ വിചാരിച്ചു പെട്ടു, അയാൾ എന്നെ പിടിച്ചു. പക്ഷേ പോലീസുകാരൻ എൻ്റെ അടുത്ത് ക്രോസ് ചെയ്യുന്നു. പോലീസ് കാർ അവിടെ നിർത്തിയത് അവർക്ക് മനസ്സിലായി എനിക്ക് റോഡ് മുറിച്ച് കിടക്കണം എന്നുള്ളത്. മുറിച്ച് കടന്നിട്ടേ പോലീസ് വണ്ടി പോയുള്ളൂ. അങ്ങനെയാണ് പൊതുവെ ഇവിടെ. നമ്മളങ്ങനെ ചെയ്താൽ വരുന്ന വണ്ടി ഇങ്ങനെ എടുത്ത് ചുറ്റി പോവും. അപ്പോൾ ഇതിനെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളാണ് കുഴപ്പം. നമ്മളിവിടെ റോഡ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിർത്തിയാൽ പിന്നാലെയുള്ളവൻ വന്നിട്ട് അയാളെ ഇടിച്ചാൽ എനിക്ക് വിഷമവും. അതും ഒരു പ്രശ്നമാണ്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ബാക്ക് സീറ്റിലിരിക്കുമ്പോൾ നിങ്ങൾ എത്ര പേര് സീറ്റ് ബെൽറ്റ് ഇടാറുണ്ട്? ഒന്ന് കൈവന്തിക്കും. ആരും സീറ്റ് ബെൽറ്റ് ഒരാളുണ്ട്, നല്ല കാര്യം. പൊതുവേ എങ്ങനെയാ പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടൊരു ടാക്സിയിൽ കയറിയപ്പോൾ പിന്നാലത്തെ സീറ്റ് ബെൽറ്റ് നോക്കിയപ്പോൾ സീറ്റ് ബെൽറ്റ് സീറ്റ് കവറിനോട് ചേർത്ത് തുന്നി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സീറ്റ് ബെൽറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡ്രൈവറോട് ചോദിച്ചത്, ഈ സീറ്റ് ബെൽറ്റ് സാറ് സീറ്റ് ബെൽറ്റ് ബാക്കിലൊന്നും ഇടണ്ട, പോലീസ് പിടിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പോലീസ് പിടിക്കാനല്ല സീറ്റ് ബെൽറ്റ്, എൻ്റെ ജീവൻ രക്ഷിക്കാനാണ് സീറ്റ് ബെൽറ്റ്. ഇവിടെ പൊതുവേ ആൾക്കാർ തോന്നലെന്ന് പറയും, അവിടെ പോലീസുണ്ട് എന്നാൽ സീറ്റ് ബെൽറ്റ് ഇടാം. ഈ സീറ്റ് ബെൽറ്റ് പോലീസിന് വേണ്ടിയിട്ടല്ല, സീറ്റ് ബെൽറ്റ് നമുക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ പൊതുവേ ഒരു ചിന്താഗതി ഞാൻ പറയാം, ഈ സീറ്റ് ബെൽറ്റ് കണ്ടുപിടിച്ചൊരു കഥയുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകണില്ല.
വളരെ കാലത്ത് റിസർച്ചിന് ശേഷം വോൾവോ എന്നുള്ള കമ്പനിയാണ് ഈ സീറ്റ് ബെൽറ്റ് ആദ്യമായി കണ്ടുപിടിച്ചത്. പക്ഷെ നമ്മൾ ചില ആൾക്കാരുടെയൊക്കെ തോന്നലെന്ന് പറയുന്നത് നമുക്ക് ആ വോൾവോ എഞ്ചിനീയറെക്കാളും ബുദ്ധിയുണ്ടെന്നാണ്. ഞാൻ ചെറിയ സ്പീഡിലാണ്, ഇവിടെ ഒന്നും സീറ്റ് ബെൽറ്റിൻ്റെ ആവശ്യമില്ല, ഇന്ത്യയിലൊന്നും സീറ്റ് ബെൽറ്റിൻ്റെ ആവശ്യം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ 40 കിലോമീറ്ററിലാണെങ്കിലും വണ്ടി ഇടിച്ചാൽ നിങ്ങളെ എടുത്ത് എറിയപ്പെടും. അതുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ സീറ്റ് ബെൽറ്റ് നിങ്ങൾ ഫ്രണ്ട് സീറ്റിലാണോ ബാക്ക് സീറ്റിലാണോ എന്നുള്ളതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ പല വണ്ടി അപകടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ചില കേസുകൾ ഞാൻ ഈ താല്പര്യമുള്ളതുകൊണ്ട് ഈ ന്യൂസൊക്കെ അരിച്ചു പെറുക്കി വായിക്കും. അപ്പോൾ അതിൽ കണ്ടിട്ടുള്ളത് പിൻയാത്രക്കാരി മരിച്ചു, റോഡിലേക്ക് തെറിച്ച് വീണ് മരിച്ചു. എന്താ കാരണം? കണ്ണു അടച്ച് പറയാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, അതാണ് കാരണം എന്നുള്ളത്. സീറ്റ് ബെൽറ്റ് ഇട്ടാൽ പുറത്തേക്ക് തെറിച്ച് വീഴില്ല. ഈ സീറ്റ് ബെൽറ്റ് ഇടുന്നതിൽ എന്താ ബുദ്ധിമുട്ടെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അതായത് ഈ സീറ്റ് ബെൽറ്റിനെ പറ്റി പറയുമ്പോൾ നമുക്കതിൻ്റെ ചെറിയൊരു ചരിത്രം ഒന്ന് പറയണം. സാർ അതിൻ്റെ പോകുന്നില്ല പറഞ്ഞു, എന്നാലും ഞാനൊന്ന് പറയണം. അതായത് ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഞാനൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. ആ വാഹനത്തിൻ്റെ വേഗത 50 കിലോമീറ്ററാണ്. ആ വാഹനത്തിൻ്റെ അകത്ത് ഞാനിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വേഗത എത്രയാണ്? 50 അപ്പോൾ വാഹനം 100 പോയാൽ അതിൻ്റെ അകത്തിരിക്കുന്ന ആളുടെ എൻ്റെ വേഗത എത്രയായി? 100. 50 ആണെങ്കിൽ 50. ഈ വാഹനം പോയി ഒരു മരത്തിലോ അല്ലെങ്കിൽ ഒരു ഡിവൈഡറിലോ ഇടിച്ച് നിൽക്കുകയാണ്. ഇടിച്ച് നിന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ആ വാഹനത്തിൻ്റെ വേഗത എന്തായി? 0 പക്ഷെ അതിന് തൊട്ട് മുമ്പ് വരെ വാഹനത്തിൻ്റെ അകത്തുള്ള എൻ്റെ വേഗത എത്രയാ? 50 വാഹനം ഇടിച്ചു നിന്നു. ഇനി അടുത്ത ആരാ നിൽക്കാനുള്ളത്? ഞാനാണ്. കാരണം എൻ്റെ വേഗത 50. എന്നെയും നിർത്തണം. എന്നെ നിർത്താൻ എന്ത് ചെയ്യും? ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താ പറയണത്? ലോ ഓഫ് ഇനർഷ്യ അല്ലേ? ഇനർഷ്യ അല്ലേ? എന്താ പറയണത്? എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് അക്കംപനീഡ് ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ വാഹനം നിന്നു, വാഹനത്തിൻ്റെ അകത്തുള്ള എനിക്കും നിന്നേ പറ്റൂ. ആ നിർത്താൻ വേണ്ടി എന്നെ എന്തു ചെയ്യും? എടുത്തെറിയും. എങ്ങോട്ട്? ഒന്നെങ്കിൽ ഗ്ലാസ്സിലോട്ട്, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീലിൽ, അല്ലെങ്കിൽ ഡാഷ് ബോർഡ്. പണ്ടത്തെ ജയൻ്റെയൊക്കെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ തല വെച്ച് ഇങ്ങനെ ഒഴുകുന്നു അല്ലേ? കണ്ടിട്ടില്ലേ? അന്ന് നമുക്ക് ഈ സീറ്റ് ബെൽറ്റ് ഇല്ല. അപ്പോൾ ഇത് ചെയ്യുന്ന ധർമ്മം എന്താ? ഈ മുന്നോട്ടുള്ള ആയൽ സഡനായിട്ട് നിൽക്കുമ്പോൾ വാഹനം നിന്നു, നമ്മളെയും നിർത്താൻ വേണ്ടി ഈ ലോ ഓഫ് ഇനർഷ്യ ചെയ്യുന്ന കാര്യത്തിനെ റെസിസ്റ്റ് ചെയ്ത് നമ്മളെ സേഫ് ഗാർഡ് ചെയ്യുന്ന സാധനമാണ് ഈ സീറ്റ് ബെൽറ്റ്. അതുകൊണ്ട് തന്നെ ഒരു അപകടം, സീറ്റ് ബെൽറ്റ് ഇട്ട ഒരാൾക്ക് അപകടം നടന്നാൽ അയാൾക്ക് ഇവിടെ പരിക്കുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇനി സീറ്റ് ബെൽറ്റ് വർക്കിംഗ് ആണോ എന്ന് എങ്ങനെ അറിയാം? ഇപ്പം ഞാൻ ദിവസവും ഒരു 50-100 വാഹനങ്ങൾ, പ്രൈവറ്റ് വാഹനങ്ങൾ, ഞാൻ ടാക്സി വിട്ടോളൂ, പരിശോധനയ്ക്ക് വരുമ്പോൾ അതിൽ 20% വാഹനങ്ങളും ഞാൻ 20% വാഹനങ്ങളും ഞാൻ സീറ്റ് ബെൽറ്റ് വലിച്ചു നോക്കുമ്പോൾ പൊടി പിടിച്ച് കിടക്കുകയാണ്. എങ്ങനെയാണ് നമ്മളൊരു സീറ്റ് ബെൽറ്റ് വർക്കിംഗ് ആണോ നോക്കുക? മെല്ലെ വലിച്ചാൽ സീറ്റ് ബെൽറ്റ് വന്നുകൊണ്ടിരിക്കണം, എന്നാൽ പെട്ടെന്ന് വലിച്ചാൽ സാധനം ലോക്കാവണം അല്ലേ? നിങ്ങൾക്കൊക്കെ വാഹനങ്ങളുണ്ട്, നിങ്ങൾക്കും പരിശോധിക്കാം. പക്ഷേ ഇത് നമ്മളുടെ പ്രബുദ്ധ മലയാളികൾക്ക് പല ആൾക്കാർക്കും അറിയില്ല. ഞാൻ ഈ സീറ്റ് ബെൽറ്റ് കാരണം വാഹനം മടക്കുമ്പോൾ പലരും എന്നെ രൂക്ഷമായി നോക്കും. പിന്നല്ലേ എന്ന രീതിയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. പാലക്കാട് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ സേഫ്റ്റി എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ജഗതി ശ്രീകുമാറിൻ്റെ അപകടത്തിനെ പറ്റി ഒന്ന് ഓർത്താൽ മതി. എന്താ ജഗതി ശ്രീകുമാറിന് സംഭവിച്ചത്? ജഗതി ശ്രീകുമാർ സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അദ്ദേഹം നമുക്ക് സീറ്റ് ബെൽറ്റ് 2 ഭാഗമുണ്ട്, ഒന്ന് ഇങ്ങനെയുണ്ട്, ഒന്ന് ഇങ്ങനെയുണ്ട്. സാറ് നേരത്തെ പറഞ്ഞ ഈ കുറച്ച് പ്രായമായ ആൾക്കാർക്ക് സീറ്റ് ബെൽറ്റിനോടൊരു ഒരു അവമതിപ്പുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതങ്ങ് തലയുടെ ബാക്കിലൂടെ ആക്കി. ഇവിടെ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കണക്ഷൻ ഉണ്ടായിരുന്നു. വാഹനം ഡിവൈഡറിൽ പോയി ഇടിച്ചത് ഞങ്ങളുടെ അനൗദ്യോഗിക കണക്ക് പ്രകാരം 100-ന് മുകളിലാണ്. ആ ഇന്നോവ ആയതുകൊണ്ടാണ് ഇത്രയെങ്കിലും, ഇത്രയും പറഞ്ഞാൽ മാക്സിമം ആണ്, എന്നാലും ഇത്രയിലും വന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളൂ. നമുക്കറിയാം സിനിമയിൽ
ഓരോരോ മുഖത്തിലെ എക്സ്പ്രഷൻ കൊണ്ട് നമ്മളെ ചിരിപ്പിച്ച ആളാണ്. പക്ഷേ ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഒരു സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു, CBI 5 അഭിനയിച്ചു അല്ലേ? അതിൽ പോലും ഒരു എക്സ്പ്രഷൻ ഇല്ല. അപ്പോൾ ഇത്രയോത്തോളം സാമ്പത്തിക ശേഷിയുള്ള ജഗതി ശ്രീകുമാറിന് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാർക്ക് സീറ്റ് ബെൽറ്റ് ഇടാത്ത അപകടങ്ങളെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് സീറ്റ് ബെൽറ്റ് ഇടേണ്ടത് പോലീസിനോ മോട്ടോർ വാഹന വകുപ്പിനോ AI ക്യാമറയ്ക്കോ വേണ്ടിയിട്ടല്ല. നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന വീട്ടുകാരുണ്ട്. നിങ്ങൾ രാവിലെ ഇറങ്ങുമ്പോൾ ടാറ്റ പറഞ്ഞിറങ്ങി അച്ഛൻ, അമ്മ, മക്കള്, കുഞ്ഞുങ്ങൾ ഇവരുണ്ട്. അവരുടെ ഇടയിലേക്ക് ഹെൽത്തി ആയിട്ട് തന്നെ നിങ്ങൾ എത്തണം വൈകുന്നേരത്തും എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ സീറ്റ് ബെൽറ്റിനോട് ഒരു വിരക്തി വെക്കാതെ പ്രോപ്പറായിട്ട് സീറ്റ് ബെൽറ്റ് ധരിച്ച്, സാറ് പറഞ്ഞ പോലെ പുറകിലുള്ള ആളും ധരിച്ച് യാത്ര ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നും കൂടി ഈ ഒരു അവസരത്തിൽ പറയാം. വളരെ വ്യക്തമാണ്, കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ പറയട്ടെ, കാറ് മേടിക്കുമ്പോൾ നിങ്ങൾ സീറ്റ് ബെൽറ്റിനടക്കം പൈസ കൊടുത്താണ് മേടിക്കുന്നത്. അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല. അതുകൊണ്ട് അതൊരു ഡെക്കറേഷൻ പീസും അല്ല, അത് നിങ്ങൾ ഇടുക എന്നുള്ളതാണ്. ഇത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആൾക്കാർക്ക് എന്തോ സീറ്റ് ബെൽറ്റ് ഇടാൻ നമ്മളെല്ലാം വലിയ ടെക്നിക്കലി അത്രയും അറിയുന്ന പോലെയാണ് ഓരോരുത്തരും വിചാരിക്കുന്നത്. അത് ചെയ്യരുത്. അതാണ് നിങ്ങൾ ഈ കേട്ടതിൽ ഒരു 20% ഞാൻ അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. 20% ഫോളോ ചെയ്താൽ അത്രയും നമ്മുടെ ട്രാഫിക് സംസ്കാരം മെച്ചപ്പെടും. അതുകൊണ്ട് നാളെ തൊട്ട് ലെഫ്റ്റ് ടേൺ എല്ലാവിടെയും ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. സിഗ്നൽ ഉണ്ടെങ്കിൽ പോവുക, അല്ലെങ്കിൽ പോകരുത്. പെഡസ്ട്രിയൻ ക്രോസിങ്, സീബ്ര ക്രോസിങ് ആൾക്കാർക്ക് ക്രോസ് ചെയ്യാനാണ്. ഒരാളോ മറ്റോ വരികയാണെങ്കിൽ നിങ്ങൾ അയാളെ മറികടന്ന് പോകാനൊന്നും നോക്കണ്ട, ഒന്ന് നിർത്തി കൊടുക്കുക. നിങ്ങൾ നിർത്തിയ ഒരുപക്ഷെ നിങ്ങളുടെ ബാക്കിലുള്ള ആൾ അത് കണ്ട് പഠിക്കും. അത് ചെയ്യുക. അതുപോലെ കുറച്ച് നമ്മളൊരു വിട്ടുവീഴ്ച റോഡിൽ ചെയ്താൽ നമുക്ക് ഒരു 1/2 മിനിറ്റേ നഷ്ടം വരുള്ളൂ. പക്ഷെ അത് വലിയൊരു വ്യത്യാസം ഉണ്ടാക്കും നമ്മുടെ സേഫ്റ്റി കൾച്ചറിൽ. So thank you, sir. Thank you very much.